ഹായ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാട്ടാണ്. അതായത് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ നമ്മൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമ്മളെ മുന്നിൽ ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം, അതേപോലെ ഫേസ്ബുക്ക്, പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കൊരു നീഷ് ഉണ്ടാവും, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം വേണം തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ യങ്സ്റ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം. ഇനി അതല്ല, കുറച്ചും കൂടെ ഒരു പ്രായം കൂടിയ കുറച്ച് ആളുകളെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഫേസ്ബുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങളെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. പിന്നെ ഇതിനെല്ലാത്തിനും കൂടെ പറ്റിയിട്ടുള്ളതാണ് എന്ത്? യൂട്യൂബിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പേഴ്സണൽ ബ്രാൻഡിങ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് മെയിനായിട്ട് നമ്മൾ യൂട്യൂബിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂട്യൂബിൽ എങ്ങനെയാണ് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട വേറൊരു പ്ലാറ്റ്ഫോമാണിത്, ഗൂഗിൾ ട്രെൻഡ്സ്. അതായത് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഇന്നിപ്പോൾ നടക്കുന്ന ട്രെൻഡ് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു കണ്ടൻറ്റ് നമുക്കുണ്ട്. അതായത് നമുക്കൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ കയ്യിലൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന് എത്രത്തോളം ആളുകൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഗൂഗിൾ ട്രെൻഡ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതേപോലെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കീവേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് ഏതാണ് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത്, അത് 1 ഇയർത്തെ ഡാറ്റ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ 6 മാസത്തെ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ടൈം പീരീഡാണോ വേണ്ടത്, ഇപ്പോൾ 4 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കറിയാം, മെയിനായിട്ട് യൂട്യൂബിലാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മളെ വീഡിയോ പതുക്കെ ആളുകളുടെ അടുത്തേക്ക് എത്തും. പിന്നെ നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് സെർച്ച് റാങ്ക് ചെയ്യിപ്പിക്കേണ്ടത്, അതിന് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡായിട്ട് പോകുന്ന കീവേഡ്സ് ഏതാണെന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് വരും വീഡിയോസിൽ ഞാൻ തന്നെ എന്ത് ചെയ്യും? കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് യൂട്യൂബിൽ 2 തരത്തിൽ നമുക്ക് കണ്ടൻറ്റ് ചെയ്യാൻ കിട്ടും. ഒന്ന് ഷോർട്സും, രണ്ടാമത് വരുന്നത് നമ്മുടെ ഈ ലെങ്ത്തുള്ള വീഡിയോസുമാണ്. ഓക്കെ, ഇപ്പോൾ ഷോർട്സ് വഴിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, ഡെയിലി നിങ്ങൾക്ക് ഷോർട്സ് ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും? നിങ്ങളെ വീഡിയോസ് എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാരണം മറ്റ് വലിയൊരു വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തുന്നതിനേക്കാളും വേഗത്തിൽ എന്ത് ചെയ്യും? ഷോർട്സ് എത്തും എന്നുള്ളതാണ്. അതായത് ഷോർട്സിൻ്റെ അൽഗോരിതം അതേപോലെ തന്നെ ഈ വലിയ വീഡിയോയുടെ അൽഗോരിതം തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വലിയ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു വീഡിയോ എങ്കിലും എന്ത് ചെയ്യുക? ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫേക്ക് ഫോളോവേഴ്സിനെയോ അതേപോലെ ഫേക്ക് സബ്സ്ക്രൈബേഴ്സിനെയോ, അല്ലെങ്കിൽ ഇപ്പോൾ 4000 വാച്ച് അവർ 4000 എന്താ പറയുക 1000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ നമ്മളിങ്ങനെ കെട്ടിത്തരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ എന്താ പറയുക വ്യൂവേഴ്സ് ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കയറി വരുന്നതായിരിക്കും. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വ്യൂസ് എത്രയായി ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അതിന് പകരം നിങ്ങളെ വീഡിയോ ഒരാൾ എത്ര ടൈം വരെ കണ്ടു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഇന്ന കണ്ടൻറ്റ് ഇത്ര ആളുകൾ ഇത്ര ടൈമേ കണ്ടുള്ളൂ, ഇനി ഇത് കുറച്ചും കൂടെ മാറ്റം വരുത്തി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് ഇത്രയധികം ആളുകൾ ഫുള്ള് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റ് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലോഡ് ചെയ്യുക, വീണ്ടും അടുത്തടുത്ത കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും ഇവിടെ വ്യൂസ് എന്ത് ചെയ്യരുത്, നോക്കാനും പാടില്ല. ഓക്കെ,
യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സെർച്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയൊരു സെർച്ച് എഞ്ചിനാണ് എന്ത് യൂട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ യൂട്യൂബ് സെർച്ചിലേക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് SEO നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക. ഇനി അതിനെക്കുറിച്ച് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ യൂട്യൂബ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുക. അതായത് യൂട്യൂബ് SEO എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യും പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന കാര്യം സ്ക്രിപ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തരുത്. അത് നിങ്ങൾ കൂടുതൽ നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യുക, സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിൽ തന്നെ ആളുകൾ നിങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ.